ഇലക്ട്രോണിക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IC ചിപ്പിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അനേകം ട്രാൻസിസ്റ്ററുകളും ഡയോഡുകളും റെസിസ്റ്ററുകളും കപ്പാസിറ്ററും എല്ലാം ചേർത്ത് ഒരു പ്രത്യേക സർക്യൂട്ട് ഉണ്ടാക്കണമെന്ന് കരുതുക. ഇവയെ ഓരോന്നും പരസ്പരം ഘടിപ്പിച്ച് ആവശ്യമായ സർക്യൂട്ട് നിർമ്മിക്കാം. എന്നാൽ ഈ ഘടകങ്ങളെല്ലാം കൂടി ഒരു ചെറിയ സിലിക്കൺ കഷ്ണത്തിൽ നിർമ്മിച്ചെടുക്കാൻ ഇന്ന് കഴിയുന്നു. ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന സിലിക്കൺ കഷ്ണങ്ങളെയാണ് IC ചിപ്പുകൾ എന്ന് പറയുന്നത്. 1 മില്ലിമീറ്റർ സമചതുരമുള്ള സിലിക്കൺ ചിപ്പിൽ നൂറുകണക്കിന് ട്രാൻസിസ്റ്ററുകളും ഡയോഡുകളും മറ്റു പല ഘടകങ്ങളും സംയോജിപ്പിക്കാൻ കഴിയുന്നു. ഇത്തരത്തിലുള്ള ചിപ്പുകൾ ഒരു പ്ലാസ്റ്റിക് പാക്കേജിനകത്ത് ഘടിപ്പിച്ചതാണ് നമുക്ക് ലഭിക്കുന്ന ICകൾ. TTL, CMOS എന്നീ 2 തരം സാങ്കേതിക രീതിയിൽ നിർമ്മിക്കുന്ന ICകളാണ് സാധാരണ ഉപയോഗത്തിലുള്ളത്. TTL ICകൾ സാധാരണയായും 5 വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത്. CMOS ICകൾ പലതും 3 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെ പ്രവർത്തിക്കാവുന്നവയാണ്. ICകളുടെ ഉപയോഗം കൊണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വലിപ്പം വളരെയേറെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. IC ചിപ്പിലേക്കുള്ള കണക്ഷൻ പാക്കേജിൽ നിന്നും പുറത്തു വരുന്ന പിന്നുകളിലൂടെയാണ് കൊടുക്കേണ്ടത്. ഓരോ ICയുടെയും പിന്ന് കണക്ഷൻ കൃത്യമായി അറിഞ്ഞിരിക്കണം. IC പിന്നുകൾ. ICകളുടെ പ്ലാസ്റ്റിക് പാക്കേജിന് മുകളിൽ ഒരു വശത്തെ ഒരു നോച്ച് അല്ലെങ്കിൽ ഒരു ഡോട്ട് ഉണ്ടായിരിക്കും. ചില ICകളിൽ ഒരു വര കാണാവുന്നതാണ്. ഇത്തരം അടയാളങ്ങൾ നമ്മുടെ ഇടതുവശം വരത്തക്ക വിധത്തിൽ ICകളുടെ മുകൾ വശം അഭിമുഖമായി പിടിക്കുക. ഇരുവശവും പിന്നുകളുള്ള IC ആണെങ്കിൽ നമ്മുടെ വശത്തേക്ക് വരുന്ന പിന്നുകളിൽ ഇടത്തെ അറ്റം 1-ാം പിന്ന്, അതിന് തൊട്ടുള്ളത് 2 എന്നിങ്ങനെ എണ്ണുക. ചിത്രത്തിൽ പിന്നുകൾ കണ്ടെത്തുവാനുള്ള മാർഗം കൊടുത്തിട്ടുണ്ട്. ICകൾ ഉപയോഗിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എളുപ്പത്തിൽ കേടാകാൻ സാധ്യതയുള്ള ഒരു ഉപകരണമാണ് IC. അമിതമായ വോൾട്ടേജ്, അമിതമായ ചൂട് എന്നിവ ICകളെ കേടുവാക്കും. വോൾട്ടേജ് വ്യതിയാനങ്ങളും ചില ICകളെ കേടുവരുത്തുന്നു. കൂടുതൽ പവർ കൈകാര്യം ചെയ്യുന്ന ICകൾ പെട്ടെന്ന് ചൂടാകുന്നു. ഇവയിലുണ്ടാകുന്ന താപം വലിച്ചെടുക്കുന്നതിന് വലിപ്പം കൂടിയ ഹീറ്റ് സിങ്കുകൾ ഉപയോഗിക്കേണ്ടതാണ്. ICകൾ സോൾഡർ ചെയ്യുമ്പോൾ അമിതമായി ചൂടാകാതെ സൂക്ഷിക്കണം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.